സമരം നടന്നു, സമരക്കാരെ തല്ലി, ബസ് തല്ലി തകർത്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്താ അങ്ങനെ? കണ്ടക്ടർ കട്ടപ്പോഴും അയാളെ തല്ലിയപ്പോഴും പിന്നെ സമരം നടന്നപ്പോഴും ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉള്ളതായി മിസ്റ്റർ മുരളീധരൻ കരുതിയിട്ടില്ലല്ലോ. ഒരു സമരം നടന്നാൽ ഉടനെ കോർട്ടിൽ പോവാ വേണ്ടത്? പോലീസിനെ കൊണ്ട് സമരക്കാരെ തല്ലിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം എന്താ? ശരിയാ, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പണം ഉണ്ടായതുകൊണ്ട് മാത്രം ബിസിനസ് നടത്താനാവില്ല. ഗൾഫിൽ പോയി 4 കാശുണ്ടാക്കി പോരും. അറിയാത്തവരോ ബിസിനസ്സിൽ ചെഞ്ചാടും. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട. ബിസിനസിന്റെ വിവരവും വിവരക്കൊടൊന്നും ആരും ഇവിടെ പറയേം വേണ്ട. പുതിയൊരു ബസ് റൂട്ട് പാസ്സാകുന്നത് കേട്ടാല് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ പണക്കെട്ടുമായിട്ട് പായുന്നതാണ് ബിസിനസ് നിങ്ങളുടെയൊക്കെ വിവരം. സർ, ഞാനൊരു തുക്കട ബസിന്റെ തുക്കട മുതലാളി, പോരാത്തതിന് കാക്കിയിട്ടൊരു കണ്ടക്ടറും. എന്നെ ഇവരുടെ കൂടെ ചേർക്കാൻ ഇവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. മാത്രമല്ല, എനിക്ക് ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് ഇല്ല, ഡയനേഴ്സ് കാർഡില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മുരളീധരൻ ബസ് വാങ്ങിയത് കട്ടിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ഒന്നുമല്ല. മറ്റു മുതലാളിമാർ ചെയ്യാറുള്ള പോലെ തൊഴിലാളികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിട്ടില്ല. 3-4 ആൾക്ക് പണി കിട്ടുന്നൊരു ചെറിയ ഏർപ്പാട്. ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അയാൾ അതിനുവേണ്ടി ചെലവഴിച്ചു. പ്രഭാകരനോടൊരു കാര്യം പറയാം, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കരുത്. നിങ്ങൾ ഈ ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയ ഒരു കള്ളന് വേണ്ടിയാ. ഉത്സവകാലത്തെ കളക്ഷനുമായ മുങ്ങി എന്നുള്ള കാര്യം 100% സത്യമാണ്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് സംസാരിക്കരുത്. കട്ടവൻ സാറിനോട് ഒന്ന് പറഞ്ഞോ? അവൻ കട്ടെന്ന് വാചക കസർത്തൊന്നും വേണ്ട, ഒക്കെ എനിക്കറിയാം. എടോ, താനൊരു തൊഴിലാളി നേതാവാണെന്നാണല്ലോ പറയുന്നത്. ബസ് തല്ലി പൊളിച്ചുകൊണ്ട് താൻ എന്ത് നേടി? 3-4 തൊഴിലാളികളുടെ കഞ്ഞൂടി മുട്ടിച്ചു. ഒരു പാവപ്പെട്ടവന്റെ ജീവിതം കുട്ടിച്ചോറാക്കി. സാറേ, ഒരു ഇടനിലക്കാരന്റെ ഭാഷയിലല്ല സാറിപ്പോ സംസാരിക്കുന്നത്. ഞാൻ ബസ് തല്ലി പൊളിച്ചെന്നോ? സമരം ചെയ്യുന്ന തൊഴിലാളികളെ കരുതേച്ച് കാണിക്കാനും അങ്ങനെ സമരം പൊളിക്കാനും വേണ്ടി ഇയാൾ തന്നെ ബസ് തല്ലി പൊളിച്ചത്. അതെ, ഞാൻ തന്നെ ബസ് തല്ലി പൊളിച്ചത്. ആ സമയത്ത് താൻ എന്തിനാ ഇവിടെ വന്നു? എന്നെ തടയാനോ? എടോ, തന്റെ കരണത്ത് ഞാനിപ്പോ പൊന്നീച്ച പറപ്പിച്ചില്ലേ? ആ പാടല്ലേടോ തന്റെ മുഖത്ത് കരിവാളിച്ച് കിടക്കുന്നത്? ഞാൻ ഗൾഫ് മൂരാച്ചയാണത്രേ. എടോ, ഗൾഫിൽ നിന്ന് വരുന്ന പണമില്ലായിരുന്നെങ്കിൽ നിന്നെ പോലുള്ള ആയിരങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് ചത്തേനെ. എല്ലാവരും വേണം ഹിറ്റാച്ചി ടിവിയും നാഷണൽ വിസയറും ഒക്കെ. ഇതൊന്നും ദുബായിലെ മാർക്കറ്റിലെ ചുമ്മാ കിട്ടുന്നതല്ല. നിനക്കൊക്കെ ഗൾഫുകാരനെ പുച്ഛം അല്ലടാ. എടോ മുരളീധരൻ, ഇല്ല സാർ, പിന്നൊരിക്കലും എനിക്കിത് പറയാൻ പറ്റിയില്ലെന്ന് വരും. സുഹൃത്തെ, താങ്കൾ വലിയ നേതാവാണ്, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന ധീരനാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് തനിക്ക് എന്തറിയാം? താങ്കൾക്കൊരു ബസ് ഓടിക്കാൻ അറിയോ? താൻ ഒരു ദിവസങ്ങളിൽ ഒരു കണ്ടക്ടറായി പണിയെടുത്തിട്ടുണ്ടോ? പോട്ടെ, തനിക്കൊരു ബസ് കഴിയാൻ അറിയണോ? ഇവന്റെ ധിക്കാരം കേൾപ്പിക്കാനായിരിക്കും ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. എന്താ പൊള്ളുന്നുണ്ടോ? അന്ന് നീ പറഞ്ഞു ഞാൻ ആട്ടിൻ തോലിട്ട ചെന്നായാണെന്ന്. മുതലാളിയുടെ നേരെ തൊഴിലാളികളെ കൊണ്ട് അനാവശ്യമായി സമരം ചെയ്യിപ്പിച്ചിട്ട് അതേ മുതലാളിയുടെ പിൻവാതിൽക്കൽ അയാൾ എറിയുന്ന എച്ചിലേലയ്ക്കും വേണ്ടി വാലും കൂട്ടിയിരിക്കുന്ന നീ അല്ലടാ ആട്ടിൻ തോലിട്ട ചെന്നായി. എന്താ ഇവനെ കൊണ്ട് എന്നെ തെറി വിളിപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. നേരത്തരോ, കുറെ കാലമായി കസേര കൊണ്ട് ഞാൻ ഈ തോന്നിയാസം കാണാൻ തുടങ്ങിയിട്ട്. ഒരുത്തനെ കുത്തുവാൾ അടുപ്പിച്ചു എല്ലാവരും തൃപ്തിയായല്ലോ. നെല്ല് കുത്തുന്നൊരു മില്ല് തുടങ്ങിയ അവൻ ബൂർഷ്വാ, ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിയ അവനും ബൂർഷ്വാ. എന്നാ യഥാർത്ഥ ബൂർഷ്വാസിയുടെ ഒരു രോമം തൊടാൻ പോലും ഒരുത്തന് സാധ്യമല്ല. 2 ദിവസം ക്ലീനറായി പണിയെടുത്തവനെ സ്ഥിരപ്പെടുത്താൻ സമരം, കള്ളനെ തിരിച്ചെടുക്കാൻ സമരം, ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. അതിനാരാ തനിക്കല്ല ലൈസൻസ് തന്നത്? ഒരാൾക്കെങ്കിലും ജോലി കൊടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ? ഈ ബസ് നിന്റെ തറവാട്ട് സ്വത്താ തല്ലിപ്പൊളിക്കാൻ? അവന്റെ ഇന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താ പറഞ്ഞത്? സാർ എന്തിനാ സാർ ഈ കുഴപ്പത്തിനൊക്കെ പോകുന്നത്? ഇവരെ നന്നാക്കാനോ? എന്റെ ജീവിതം വഴിമുട്ടി എന്നല്ലേ ഉള്ളു സാർ. ഇവർ ജയിക്കട്ടെ സാർ, എപ്പോഴും എപ്പോഴും ഇവർ ജയിക്കട്ടെ. സാറിന്റെ എത്ര വൈകിയത്? ഞാൻ സാറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ബസ് കണ്ടില്ലേ, നല്ല കണ്ടീഷനിലാണ്. ടയറെല്ലാം നല്ല പെർഫെക്റ്റ് ആണ്, ബോഡിയൊക്കെ ഓക്കെയാണ്, വൈപ്പർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നുണ്ട്. ഇനി സാറിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതുകൂടെ കിട്ടിയാൽ എല്ലാം ആയി. മിസ്റ്റർ മുരളി, മനഃപൂർവ്വം നിങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ജോലി പ്രവേശിച്ചിട്ട് അധിക നാളായിട്ടില്ലാത്തതുകൊണ്ട് പ്രായോഗികമായ പരിചയക്കുറവ് കാണിച്ചിട്ടുണ്ടാകാം.
പക്ഷേ എനിക്ക് വളരെ വിഷമമുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായമാണ് വേണ്ടത്? അയ്യോ, ഒരു സഹായം വേണ്ട സാർ. ഇപ്പൊ തന്നെ ധാരാളമായി. ഒരു കണക്കിന് യൂണിയനും നേതാക്കളും എനിക്ക് വലിയൊരു കാര്യമാണ് ചെയ്തു തന്നത്. ഇതിങ്ങനെ അവസാനിപ്പിച്ചു തന്നല്ലോ. അങ്ങനെ ഒന്നും പറയരുത്. ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കണം. ചെറിയൊരു കുറ്റബോധം എനിക്കും ഉണ്ട്. ആദ്യം ബസിറക്കാൻ ശ്രമിക്കൂ. ഒരു ഉദ്യോഗസ്ഥനായിട്ടല്ല, ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത്. മാമ പായസം. ആ ഓലൻ ഒട്ടും ശരിയായില്ലാട്ടോ രുക്മിണി. എനിക്കും തോന്നി ശാന്ത ഉണ്ടാക്കിയത്. അങ്ങനെ വരട്ടെ. ആരായത്? ബസ് മുതലാളിയോ? അമ്മാവനെപ്പോ വന്നു? വരില്ലാന്ന് കരുതിയതാ. അത്രയ്ക്ക് അഹങ്കാരമല്ലേ നീ എന്റെ അടുത്ത് കാണിച്ചത്? എന്തഹങ്കാരം? അറിയാമടാ, അന്ന് ഞാൻ ബസ്സിന് കൈ കാണിച്ചപ്പോ നിർത്തിയില്ല. വണ്ടി വിടാൻ ബിസിലടിച്ചതെന്ന് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ എന്റെ മനസ്സൊന്നും നൊന്തു. ഈ കുട്ടിക്ക് ഇത് നല്ലതല്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം. എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന അർത്ഥം. അങ്ങനെ ശപിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്ത അമ്മാവ? വിശദീകരിക്കാനൊന്നും ഞാനില്ല. നിന്റെ ബസ് തല്ലിപ്പൊളിച്ചെന്നോ സമരം ചെയ്തെന്നോ എന്തൊക്കെയോ കേട്ടല്ലോ. തെങ്ങും പറമ്പായിരുന്നെങ്കിലേ എനിക്കൊരു മെച്ചം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ ബസ് പൊളിഞ്ഞെങ്കിലും എഞ്ചിനെങ്കിലും ബാക്കിയുണ്ടല്ലോ. എന്ന് വെച്ചാ മുരളിയോ? എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ആളുകൾ പറഞ്ഞറിഞ്ഞു. മനുഷ്യന് നാണക്കേട് കാരണം ഹോട്ടലിൽ ഇരിക്കാൻ വയ്യാന്നായിണ്ട്. എന്താ ഞാൻ വല്ലയിടത്തും പോയി കട്ടോ? എങ്കിൽ വിരോധമില്ലായിരുന്നു. നീ കാണിക്കുന്ന കുഴപ്പങ്ങൾ കാരണം രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ നേരെ തിരിവുന്ന ഞങ്ങളുടെ പേടി. ഹോട്ടലിൽ അതിന്റെ സൂചന കിട്ടി തുടങ്ങി. അന്യായം കാണിച്ചപ്പോ ഞാൻ എതിർത്തു. അതിനവര് ബസ് തല്ലി പൊളിച്ചു. അതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയിട്ടില്ല. കുറച്ച് രൂപയുണ്ടെങ്കിൽ ബസ് ഞാൻ നാളെ ഇറക്കും. എന്തിനു വീണ്ടും തല്ലിപ്പൊളിക്കാനോ? നേരത്തെ ഇത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു 10-30,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ നിന്റെ NRI അക്കൗണ്ടില്? അതൊക്കെ എപ്പോഴേ തീർന്നു. വളച്ചു കിട്ടുന്നില്ല. ബസ് ഇറക്കാൻ ചെറിയേട്ടനോ വലിയേട്ടനോ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പൊ ഞാനൊന്ന് ഇറങ്ങട്ടെ? ഇരിക്കമ്മാവാ, ഇത്തിരി ധൃതിയുണ്ട്. മാവ, ഞാൻ കടം ചോദിക്കുന്ന പേടിച്ചിട്ടാണോ? അതുകൊണ്ടൊന്നും അല്ല. അവിടെ പറമ്പി പണിക്ക് ആള് നിൽപ്പുണ്ട്, അതുകൊണ്ടാ. ബസ് ഓടി തുടങ്ങിയാൽ ഞാൻ അപ്പപ്പ കടം തീർക്കാം. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഏർപ്പാടാക്കണം. അപ്പൊ കുമാര, നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. കടയിലാളില്ല. വലിയേട്ടാ, ഞാൻ പറഞ്ഞത്. എന്തിനാ നീ ഈ പുലിവാലിനൊക്കെ പോയത്? ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ എത്രയല്ലേ സംഭവിച്ചുള്ളൂ? കിട്ടിയ കാശിന് അതങ്ങ് വിറ്റുകളാ. അതാ ബെസ്റ്റ് പരിപാടി. ഞാൻ ചോദിച്ചത് കുറച്ച് രൂപ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. സത്യം പറയാലോ, നിന്നെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഇന്നലെയാണ് ഞാൻ പുതിയൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത്. മിനിഞ്ഞാന്ന് വന്നിരുന്നെങ്കിൽ. മുരളിക്ക് അറിയാലോ, 2 പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ. അവരുടെ കാര്യത്തിനായി എന്തെങ്കിലും കരുതി വെക്കണ്ടേ? കടയിൽ ഊണ്ട തിരക്കായിരിക്കും. അപ്പൊ ഞാൻ പോണു കേട്ടോ. നിന്റെ കാര്യത്തിന് എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എന്താ ചെയ്യാ? അതിപ്പോ സണ്ണി ലൂക്കോസ് ബോംബെയിലാ. അവൻ എപ്പോഴാ വരികയെന്നറിയില്ല. ജോണി പാറക്കാടിന്റെ മദറിന് അസുഖമായിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുക. അങ്ങനെയുള്ളൊരു അവസരത്തില് അവനോട് എങ്ങനെയാ ചോദിക്കുക? മുരളി വിചാരിക്കുന്ന പോലല്ല. അബ്കാരി ബിസിനസ് ഒക്കെ ആകെ തകരാറില്ല. വലിയ ലാഭമുള്ള ബിസിനസ് ആണെന്ന് അന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ. അത് അന്ന് തരക്കേടില്ലായിരുന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് തകിടം മറിഞ്ഞു. സണ്ണി ബോംബെയിലായതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനും പിടിക്കാനും ഒക്കെ ഉണ്ട്. ഞാൻ ഒരാളായിട്ട് എവിടെയൊക്കെയാ പോവുക? ഈ ആഫീസർമാർക്കാണെങ്കിൽ ഞാൻ ചെല്ലാതൊരു തൃപ്തി വരണ്ടേ? അതുകൊണ്ടാ. അപ്പൊ ഞാൻ അങ്കിൾ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അങ്കിൾ ഓണം കഴിക്കാതെ പോവാ? വേണ്ട മോനെ, വിശപ്പില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത്രയും നേരം എവിടെ ആയിരുന്നടി? ഇനി കടം തരില്ല എന്ന് ഗോയലേട്ടൻ പറഞ്ഞു. എന്നാ അപ്പൊ തന്നെ ഇങ്ങ് പോരായിരുന്നില്ലേ? അച്ഛനെ കണ്ട കാശ് ചോദിക്കാന്ന് വെച്ച് കാത്തു നിന്നതാ. രാത്രിയിൽ 2 എണ്ണം കൂടി ഇവിടെ വന്ന് നിൽക്കുകയാണോടി? നീ മോളെ കൊണ്ട് നടന്നോ. വീട്ടിൽ പോടി.
നീന്നോടല്ലടി പറഞ്ഞത് വീട്ടിൽ പോവാൻ. എന്തിനാ അവിടെ സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നോ? അച്ഛന് ഞങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ? എനിക്ക് ഒന്നിനെ പറ്റി ഒരു വിചാരവും ഇല്ലടി. അരി സാധനങ്ങൾ ഇനി കടം തരില്ലെന്ന് ആ പീഡിയക്കാരൻ പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാൻ പോലും അരി ഉണ്ടായിരുന്നില്ല. ഇനി രാത്രി എന്ത് ചെയ്യും? ആ കുട്ടികൾ വിശന്ന് കരഞ്ഞ അച്ഛൻ സമാനം പറയോ? ഇതേ പ്രശ്നം തന്നെയാടി എനിക്കും. ഇനി ചാരായം കടം തരില്ല എന്ന് എന്നോടും പറഞ്ഞു ഷാപ്പുകാരൻ. എന്ത് പറഞ്ഞാലും തലേ കയറില്ല. അച്ഛൻ ദേവി അത് ഞങ്ങളെ കൊന്നുകളാ. എന്നോട് വഴക്കിടാനാണ് ഭാവമെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. പിന്നെ ഞാൻ വീട്ടിലേക്ക് കാലെടുത്തു കൂത്തില്ല. വേണ്ട, സത്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് കാലെടുത്തു വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോഴേ, സ്വന്തം വീട്ടിലും ഒരു തൊഴിലും കിട്ടില്ല എന്ന് വെച്ചാല് വേണ്ടേ? ഇവിടെ ആരും ഇല്ലേ? അതെ, ടൈലറില്ലേ? പിന്നെ ബസ്സിൽ ആരെങ്കിലും കിടക്കാതെ പറ്റില്ല. അതുകൊണ്ട് രാത്രിയിൽ ഞാൻ അതിനകത്താ. ബസ് നന്നാക്കുന്നില്ലേ? ആ, നന്നാക്കണം. എപ്പോഴാ ഇറങ്ങാ? അത് ഒന്നും തീരുമാനിച്ചില്ല. ഒത്തിരി പണിയെടുപ്പിക്കാനുണ്ട്. ടയർ മുഴുവൻ പോയല്ലോ. പിന്നെ ബോഡിയും ചില്ലും സമയമെടുക്കും. ഇത്രയും ദ്രോഹിച്ചവർക്ക് എന്ത് നേട്ടം ഉണ്ടായേ? അത് എൻ്റെ സമയദോഷം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ വന്നത് കുറച്ച് ബുദ്ധിമുട്ടിക്കാനാ. ഇവിടെ ഹോട്ടലൊന്നും ഇല്ലല്ലോ. ടൗണിൽ വരെ പോകാനും വയ്യ. വിഷമമില്ലെങ്കിൽ എനിക്ക് കുറച്ച് കഞ്ഞി വെച്ച് തന്നാൽ. ഇവിടെ അരി കഴുകിയിടാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നിച്ച് തിളപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് വേഗം ഇങ്ങോട്ട് പോകുന്നത്. ദാ അരി സാധനങ്ങളും കുറച്ച് കൂടുതലുണ്ട്. നമ്മളെ ഡ്രൈവർ ചാത്തുട്ടിയായിട്ട് ഞാൻ കണ്ടിരുന്നു. പാവത്തിന് 3-4 പെൺകുട്ടികളാ. ശരിക്കും വഴിമുട്ടി. വേറെ ഏതോ ബസ്സിലോ ലോറിയിലോ പണിയിട്ടോ നോക്കാൻ ഞാൻ പറഞ്ഞു. നിനക്കും അതാ നല്ലത് ഹംസേ. ഞാൻ ഓഫീസിലേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സമയം കിട്ടിക്കാണില്ലായിരിക്കും. പണം വാങ്ങാൻ വരാൻ സമയം ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അതുകൊണ്ടല്ല. പറഞ്ഞ അവധികളൊക്കെ തീർന്നു. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു പിടിയുമില്ല. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിയമത്തിന്റെ വഴിയിലേക്ക് നീങ്ങാം. വാ, നമുക്ക് പോ. സർ, എന്റെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം ഈടാക്കിയേ പറ്റൂ. എപ്പോഴാ ജപ്തി? അല്ല, അവരുടെ വർത്തമാനം കേട്ടിട്ട് ഏറി വന്നാൽ 5 ദിവസം, അതിനപ്പുറം പോവില്ല. ഈ ജപ്തി എന്ന് പറഞ്ഞ ഇഞ്ചിൻ മറ്റു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകം അഴിച്ചുകൊണ്ടു പോവുകയാണ് പതിവ്. ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്നോട് സഹകരിച്ചില്ല. ഇപ്പൊ ഓട്ടം നിലച്ചു. ഇനിയെങ്കിലും സഹകരിച്ചൂടെ? അല്ല, അവർ കൊണ്ടുപോകാത്ത പാർട്സുകളൊക്കെ നമുക്കൊരു വിലയിടാം. എനിക്ക് തരണം. ബി പ്രാക്ടിക്കൽ. നിങ്ങളൊരു കഴുകനാണ്. ശവത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകൻ. ഓണറുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്നെ കഴുകനെന്നോ കാട്ടാളെന്നോ ഒക്കെ വിളിക്കാം. പക്ഷേ ഈ സ്റ്റേജ് കഴിഞ്ഞു വന്നവനാണ് ഞാനും. തെളിച്ചു പറയാം, നിങ്ങൾ എൻ്റെ തന്നെ ഒരു പുനർജന്മമാണ്. കുട്ടി, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം അറിയാമോ? ഇതുവരെ ഞാൻ വിറ്റുകൊണ്ടിരുന്ന പാർസുകളൊക്കെ എൻ്റെ തന്നെ മഹത്തായ ഒരു ബസ് സർവീസിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ അവസ്ഥയിലെത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. നിങ്ങൾ ചെറുപ്പമാണ്. എന്നെ പോലെ ഇതെല്ലാം തൂക്കിക്കൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടാണ് എനിക്ക് തന്നേക്കാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ ഇതെല്ലാം നല്ല ശീലമായി. നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് വല്ല തൊഴിലും ചെയ്ത് പച്ച പിടിക്കാൻ തുടങ്ങിയോ നിങ്ങൾ ശ്വാസം വിടുന്നത് പോലും സൂക്ഷിച്ചു വേണം. എൻ്റെ പ്രതിച്ഛായയുള്ള മറ്റൊരാളെ ഇനി കാണുവാൻ ഇടവരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ് കുട്ടി. പോട്ടെ. കാലത്തിന്റെ എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളി വർഗം വമ്പിച്ച ഒരു സംഘടിത ശക്തിയായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. തൊഴിലാളി ഇന്ന് അടിമയല്ല. തൊഴിലാളിയുടെ വിയർപ്പും ചോരയും കൊണ്ടാണ്
ഈ തൊഴിൽശാല ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കൊള്ളലാഭം കൊയ്തെടുക്കുന്ന മുതലാളിത്തത്തെ നിലയ്ക്ക് നിർത്താനുള്ള ശക്തി അവനിന്ന് സംഭരിച്ചിരിക്കുകയാണ്. അവകാശ സമരങ്ങളുടെ തീച്ചൂളയിൽ ജ്വലിച്ചുയർന്ന തൊഴിലാളി വർഗത്തെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. മണിമേടകളിലെ എയർ കണ്ടീഷൻ മുറികളിലിരുന്ന് തൊഴിലുടമയാകുന്ന ചെകുത്താൻ നഷ്ടങ്ങളുടെ കണക്കുകൾ നിരത്തിവെച്ച് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ലാഭവിഹിതത്തിന്റെ കണക്ക് ചോദിക്കാനുള്ള നമ്മുടെ ധാർമ്മികമായ അവകാശത്തെ നിഷേധിക്കുന്ന മുതലാളി തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ് സുഹൃത്തുക്കളെ. ഈ സാഹചര്യത്തിൽ പണിമുടക്കിയല്ലാതെ നിവർത്തിയില്ല. നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഈ ഫാക്ടറിയിലെ പുകക്കുഴലിലൂടെ പുക ഉയരുകയില്ല, സൈറൻ മുഴങ്ങുകയില്ല. ചിലപ്പോൾ എന്നേക്കുമായി ഈ തൊഴിൽശാല അടഞ്ഞുകിടന്നു വന്നേക്കാം. എന്നാലും മുതലാളിയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നം ഉദിക്കുന്നതേയില്ല. എനിക്കും ചിലത് പറയാനുണ്ട്. തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് നല്ല ബോധമുള്ള ആളാണ് ഞാൻ. പക്ഷെ നേതാവല്ല. സ്വന്തം താല്പര്യങ്ങൾക്കായി നിങ്ങളെ തെരുവിലിറക്കാൻ ആഗ്രഹിക്കുന്നവനുമല്ല. 100 കണക്കിന് സമരങ്ങൾ ഇവിടെ നടന്നു. എത്രയോ പണിശാലകൾ എന്നേക്കും അടച്ചുപൂട്ടി. സമരം ചെയ്തവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി. ദാരിദ്ര്യം സഹിക്കാനാകാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്തു. ഇത് മുഴുവൻ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നോ? പലതും ട്രേഡ് യൂണിയന്റെ സാമൂഹ്യ പ്രസക്തി തെളിയിക്കാനായിരുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു. ഇന്ന് പണമുള്ളവൻ കേരളത്തിൽ ഒരു തൊഴിൽശാല കെട്ടാൻ ഭയപ്പെടുന്നു. അയൽ സംസ്ഥാനങ്ങൾ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത യുവാക്കൾ തൊഴിലില്ലായ്മ വേതനം എന്ന ചില്ലിക്കാശിന് വേണ്ടി ട്രഷറികളിൽ ക്യൂ നിൽക്കുന്നു. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? തൊഴിലാളിക്ക് വേണ്ടി പ്രസംഗിച്ചിറക്കാൻ ഇവിടെ 1000 പേരുണ്ട്. എന്നാൽ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എത്ര പേർക്ക് കഴിയും? തൊഴിലാളിയെ മുതലാളിയെ തമ്മിലടുപ്പിച്ച് ചൂഷണം ചെയ്യുന്ന ഇവരെ പോലെ രാഷ്ട്രീയ കഴുകന്മാരെ ചങ്ങലക്കിടുക. അതാണ് ഇവിടെ ഉണ്ടാകേണ്ട വിജയം. അതാണ് ഇവിടെ ഉണ്ടാകേണ്ട വിപ്ലവം. അതാണ് ഇവിടെ ഉണ്ടാകേണ്ട വിപ്ലവം. ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി തൊഴിലാളികളെ പണിമുടക്കിന് പ്രേരിപ്പിച്ചിട്ട് ഒരു ഫാക്ടറി അടച്ചുപൂട്ടുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? തൊഴിൽ സമരങ്ങളുടെ ന്യായാന്യായങ്ങൾ അന്വേഷിക്കലല്ല എന്റെ ജോലി. ഇത് ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ്. ഒരു സമരം ഉണ്ടായ 100 കണക്കിന് തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകും. പട്ടിണിയേക്കാൾ വലുതാണ് ഈ ലോ ആൻഡ് ഓർഡർ എന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് പറയുന്നത് തത്വശാസ്ത്രമാണ്. അത് പോലീസ് സ്റ്റേഷനിൽ ചെലവാകാത്തൊരു സാധനമാണ്. ആയിക്കോട്ടെ, ജാമ്യം നിഷേധിക്കാൻ മാത്രമുള്ള കുറ്റമൊന്നും മുരളീധരൻ ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. 6-7 കൊല്ലക്കാലം ഗൾഫിൽ കിടന്ന് നരകിച്ചുണ്ടാക്കിയതെല്ലാം ഈ നേതാക്കന്മാർ കാരണം വെള്ളത്തിലായി. ആരുമില്ല അയാളെ സഹായിക്കാൻ. താങ്കൾ അയാൾക്ക് ജാമ്യം കൊടുക്കണം. സാർ, സത്യം പറയാം, MLA പ്രത്യേകം വിളിച്ച് പറഞ്ഞിരിക്കുക. ഓഹോ, ഒരു പാവത്തിനെ ദ്രോഹിക്കാൻ MLA മാരും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ മിനിസ്റ്ററെ കൊണ്ട് പറയിക്കാം. മിനിസ്റ്ററെ കൊണ്ട് പറയിക്കാന്ന് പറഞ്ഞ വെറുതെ അല്ല, ഒന്ന് ഫോൺ ചെയ്യാമല്ലോ. വേണമെന്നില്ല സാർ. ആ മുരളീധരനെ വിളിച്ചുകൊണ്ടുവരൂ. ശരി സാർ. എനിക്ക് വേണ്ടി സാറ് വളരെയധികം ബുദ്ധിമുട്ടി. എന്റെ കസേരയ്ക്ക് പറയത്തക്ക അധികാരങ്ങളൊന്നും ഇല്ലെങ്കിലും രാമകൃഷ്ണൻ എന്ന മനുഷ്യൻ അയാളുടെ വ്യക്തിത്വം ആർക്കും അടിയറ വെച്ചിട്ടില്ല. എന്നെ തെറിപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ അണിയറ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോട്ടെ, ഈ ഒറ്റയ്ക്കുള്ള സമരം ഇനി വേണോ? ബസ് തല്ലിപ്പൊളിച്ച കേസിൽ മുരളി ജയിക്കുമെന്നാണ് അറിഞ്ഞത്. ഇല്ല സാർ, ഞാൻ തോറ്റു. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിജീവിക്കണം. ബസ് ഇറക്കാൻ ഞാൻ തന്നെ സഹായിച്ചാലോ? വേണ്ട സാർ, ബസ് ഫൈനാൻസിയേഴ്സ് കൊണ്ടുപോയിക്കോളും. അപ്പൊ പിന്നെ താൻ എന്ത് ചെയ്യാനാ ഭാവം? ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സാറിന്റെ നല്ല മനസ്സിന് വളരെ നന്ദി. എന്തെങ്കിലും ഇനിയും കാണാം. ഞാൻ വീട്ടിൽ വിടാം. ഏത് വീട് സാർ? വേണ്ടായിരുന്നു. അല്ലാതെ തന്നെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ പോലീസും ബഹളവും. ഇതൊന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ലോ. ആ ഫാക്ടറി പൂട്ടിക്കാനുള്ള അവന്റെ ആവേശം കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും അതിങ്ങനെ തീർന്ന ഭാഗ്യായി. അല്ല, ഇനി എന്താ തീരുമാനിച്ചിരിക്കുന്നേ? ബസ് ഇറക്കുന്നില്ലേ? ബസ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വേണം. ടയറൊക്കെ മാറ്റണം, എഞ്ചിനും ബോഡിയും റിപ്പയർ ചെയ്യണം, ബസ്സിന്റെ പുറത്തുള്ള കടം വീട്ടണം. രൂപ കുറച്ചൊന്നും പോരാ. 1-2 ദിവസമായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ? ഈ വീടും പറമ്പും അച്ഛൻ നേരത്തെ എന്റെ പേർക്ക് എഴുതി വെച്ചതാ. ആരോടും കണക്ക് പറയേണ്ട കാര്യമില്ല. ഇത് പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്താ
ബസ് ഇറക്കാനുള്ള പണം കിട്ടില്ലേ? കാര്യമായിട്ട് പറയാ, ബസ് ഓടി തുടങ്ങിയ വീടും പറമ്പും തിരിച്ചെടുക്കാലോ. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അടുത്ത മാസം മുതല് പ്രസിലെ ജോലി സ്ഥിരാവും. പിന്നെന്താ? കഴിഞ്ഞതെല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് രമയെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. അവരുടെ കുറ്റമല്ലായിരിക്കാം. ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. 7 കൊല്ലം മുമ്പ് 500 രൂപയും കൊണ്ടാണ് ഞാൻ ബോംബെക്ക് വണ്ടി കയറിയത്. എനിക്കിപ്പോഴും അവിടെ കുറെ നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവർക്ക് എഴുതിയിരുന്നു, ഒരു വിസ ഒപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ആരോഗ്യവും അധ്വാനിക്കാൻ തയ്യാറുള്ളൊരു മനസ്സുള്ളപ്പോ ആരെ പേടിക്കാനാ? അപ്പോ പോകാൻ തീരുമാനിച്ചോ? ഞാൻ പഠിച്ച പാഠങ്ങൾ ഇനിയുള്ള എൻ്റെ ജീവിതത്തിന് വളരെയേറെ പ്രയോജനപ്പെടും. തെറ്റിപ്പോയ കണക്കുകളൊക്കെ തിരുത്താം. നഷ്ടങ്ങളൊന്നും സാരമില്ല. സന്തോഷിക്കാൻ എനിക്കിപ്പോൾ വലിയൊരു നേട്ടം ഉണ്ടായല്ലോ രമ. ബസ് വരുന്നുണ്ട്. എത്തിയാൽ ഉടൻ എഴുതണം. എഴുതാം. സമയം കിട്ടുമ്പോഴെല്ലാം എഴുതാം.